Hello students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSAT-നെ 2024 അനാലിസിസ് ആണ്. അപ്പോൾ CSAT-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും ഈ വർഷം ചോദിച്ച. സോ മൈ നെയിം ഈസ് ജിതിൻ രാജ് ആൻഡ് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഇതേപോലത്തെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ടോപ്പിക്സ് പഠിക്കാനും അതേപോലെ ക്ലാസ്സസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. സോ ഇത്തരം ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 222 raised to 333 plus 333 raised to 222 is divisible by which of the following numbers? ഏത് നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇത് ഡിവിസിബിൾ ആവുക? അപ്പോൾ നമുക്ക് ഇത് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാം അല്ലേ. 222 raised to 33. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 202 raised to 333 ചെയ്താൽ കിട്ടുന്ന യൂണിറ്റ് ഡിജിറ്റ് തന്നെയായിരിക്കും 222 raised to 333യുടെ യൂണിറ്റ് ഡിജിറ്റ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് സൈക്ലിസിറ്റിയുടെ കോൺസെപ്റ്റ് വെച്ച് ചെയ്യാം. 2ൻ്റെ സൈക്ലിസിറ്റി 4 ആണ് അല്ലേ. ഓരോ 4 പവേഴ്സ് കഴിയുമ്പോൾ 2ൻ്റെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിരിക്കും. അതാണ് സൈക്ലിസിറ്റിൻ്റെ മീനിങ്. സോ ഇതിന് 333നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പോൾ എന്ത് വന്നു? റിമൈൻഡർ എന്ത് വന്നു? നമുക്ക് എങ്ങനെ എഴുതാം? 233ൽ 4 8 times 32 ബാലൻസ് 1. അപ്പോൾ 1 വരും. ഇതിനെങ്ങനെ എഴുതാം? 202 raised to 332 into 2 raised to 1. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 2 raised to 4 അല്ലേ. അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 6 ആയിരിക്കും. 6 into 2 12. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ. 222 raised to 333യുടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് കിട്ടി? 2 ആണ് കിട്ടി. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ സൈക്ലിസിറ്റിയുടെ കോൺസെപ്റ്റ് വെച്ച് എല്ലാവർക്കും നമ്മൾ പഠിച്ചത് കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ച് ചെയ്ത് നോക്കാം. അപ്പം ഇനി അടുത്തത് 3 raised to 222 ചെയ്താൽ കിട്ടുന്ന യൂണിറ്റ് ഡിജിറ്റ് തന്നെ ആയിരിക്കും 333 raised to 222 ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ 3ൻ്റെ സൈക്ലിസിറ്റിയും കൂടെ അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. 3ൻ്റെ സൈക്ലിസിറ്റിയും അഗെയിൻ 4 ആണല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? 3 raised to 220 into 3 square എന്ന് എഴുതാം. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. നിങ്ങൾ എന്ത് ചെയ്യുക? 222 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കാം. അപ്പം അവിടെ 2 റിമൈൻഡർ വരും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 3 raised to 220 into 3 square എന്ന് എഴുതാം. നമ്മൾ സൈക്ലിസിറ്റിയുടെ ക്ലാസ്സസിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ 3 raised to 220 എന്ന് പറയുമ്പോൾ 3 raised to 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഇൻറ്റു 3 square 9. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 9 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ 222 raised to 333യുടെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. 333 raised to 222യുടെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ എന്തായാലും ആഡ് ചെയ്യുമ്പോൾ ഈ എത്രയോ വലിയ നമ്പർ ആണെങ്കിലും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഇത് രണ്ടും ആയിരിക്കും. അപ്പോൾ നമുക്ക് 11 കിട്ടും. ക്ലിയർ ആണോ? 11 കിട്ടുമെങ്കിൽ അതൊരു ഓഡ് നമ്പർ അല്ലേ യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ് ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ 1 ആണല്ലോ യൂണിറ്റ് ഡിജിറ്റ് വരിക. 1 ആയതുകൊണ്ട് തന്നെ 2 വെച്ച് അത് ഡിവിസിബിൾ ആയിരിക്കുമോ? ഇല്ല. യൂണിറ്റ് ഡിജിറ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ അത് 2 വെച്ച് ഒരിക്കലും ഡിവിസിബിൾ ആയിരിക്കില്ല. നമ്മുടെ 2ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. 2 and 3 എന്ന് പറയുമ്പോൾ 2 അവിടെ ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ കട്ട് ചെയ്യാലോ, ആ ഓപ്ഷൻ കട്ട് ചെയ്യാലോ. ഇവിടെ നോക്കൂ, ഇവിടെയും 2 ഇൻക്ലൂഡഡ് ആണല്ലോ. 2 and 37 വെച്ച് ഡിവിസിബിൾ ആണ്, ബട്ട് നോട്ട് 3 എന്ന് പറഞ്ഞു. ഇവിടെ 2, 3 and 37 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതും കട്ട് ചെയ്യാലോ. അവിടെയും 2 വെച്ച് ഡിവിസിബിൾ ആണെന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ ആകെയുള്ള ഓപ്ഷൻ ഏതാ? റിമൈനിങ് ഓപ്ഷൻ ഈസ് ഓൺലി ഓപ്ഷൻ പി. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ പി. സോ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. ചില ക്വസ്റ്റ്യനിൽ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അത് കാര്യമുണ്ട്. കാരണം നമുക്ക് ഓപ്ഷൻസ് എന്ന് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 ഡിവിസിബിൾ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യിപ്പിച്ചു അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് കിട്ടിയോണ്ട് അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് 2 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ 2 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പം ബാക്കി ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓപ്ഷൻ ബി മാത്രമേ റിമൈനിങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
What percent of water must be mixed with honey so as to gain 20% by selling the mixture at the cost price of honey? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ കയ്യിൽ സപ്പോസ് 100 ലിറ്റർ ഹണി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ലിറ്ററിന് 1 രൂപയാണെന്ന് വിചാരിക്കുക. സോ നമുക്ക് 100 റുപ്പീസ് ആവും അല്ലേ? ക്ലിയർ ആണല്ലോ? എത്ര പെർസെൻറ്റേജ് വാട്ടർ മിക്സ് ചെയ്യണം വിത്ത് ഹണി സോ ആസ് ടു ഗെയിൻ 20% ബൈ സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഹണി? അപ്പോൾ എത്ര പെർസെൻറ്റേജ് വാട്ടർ മിക്സ് ചെയ്യണം? നമുക്ക് 100 റുപ്പീസ് കിട്ടണം. അപ്പോൾ നമ്മൾ ടോട്ടൽ സെല്ല് ചെയ്യേണ്ടത് 100 ലിറ്റർ ആവണ്ടേ? 100 ലിറ്റർ സെല്ല് ചെയ്താലല്ലേ 100 റുപ്പീസ് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 100 ലിറ്ററും ഹണി സെല്ല് ചെയ്യണോ? വേണ്ട. കാരണം എന്താ? നമ്മൾ എത്രയോ വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 20% ഗെയിനാണ് കിട്ടേണ്ടത്. സോ 100 റുപ്പീസിൽ നമുക്ക് അതായത് 100 ലിറ്റേഴ്സ് വിൽക്കുന്ന സമയത്ത് നമുക്ക് 20% ഗെയിൻ കിട്ടണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 ലിറ്റർ ഹണി മാറ്റി വെച്ചാൽ മതി. 100 ലിറ്ററിൽ നമ്മൾ 20 ലിറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടാവും? എത്ര പെർസെൻറ്റേജ് വരും? 20/100 × 100. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ എന്താണ്? 20% തന്നെ. ഇവിടെ ആക്ച്വലി 80 ലിറ്റർ ഹണി നമ്മൾ വിൽക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യും നമ്മൾ. 80 ലിറ്റർ ഹണി ആയിരിക്കും വിൽക്കുന്നത്, അതിൻ്റെ കൂടെ 20. ഇതൊക്കെ കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 80 ലിറ്റർ ഹണി യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ 20 ലിറ്റർ വാട്ടർ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ഹണി ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ദാറ്റ് ഈസ് 20 ലിറ്റർ അല്ലേ? 20 ലിറ്റർ സേവ് ചെയ്ത് വെച്ചില്ലേ? സോ ആക്ച്വലി എന്താണ്? നമ്മൾ 100ൻ്റെ മുകളിൽ 20 ലിറ്റർ സേവ് ചെയ്തു. ദാറ്റ് ഈസ് 100ന് വെച്ച് നോക്കുമ്പോൾ 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20%. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 20%. വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രിസീഡിങ് ദ സീറോസ് ഇൻ ദ വാല്യൂ ഓഫ് 30⁻300? സീറോൻ്റെ മുന്നേ ഉള്ള വാല്യൂസ് നമുക്ക് എന്തായാലും അറിയാം. 30 ഇത് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് കുറേ സീറോസ് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ സീറോൻ്റെ മുന്നേ ഉള്ള പ്രിസീഡിങ് ഡിജിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈ 0 മാറ്റി വെക്കാം. 3⁻30 അല്ലേ? 0 മാറ്റി കഴിഞ്ഞാൽ ബാക്കി 3⁻30. അപ്പോൾ 3⁻30 യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതി. 3⁻30 ചെയ്താൽ. അപ്പോൾ 3ൻ്റെ സൈക്ലിസിറ്റി ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ അപ്ലൈ ചെയ്യാം. 3⁻1 3 ആണ് അല്ലേ? ഞാൻ സൈക്ലിസിറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 3 സ്ക്വയർ 9, 3 ക്യൂബ് 27, 7 ആണ് യൂണിറ്റ് ഡിജിറ്റ്. 3⁻4 81, 1 ആണ് അല്ലേ? ഇനി വീണ്ടും 3⁻5 = 243 ആണ്. അപ്പോൾ വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 3971 ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3ൻ്റെ സൈക്ലിസിറ്റി 4 ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ 3⁻30ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് 30നെ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ 2 ആയിരിക്കും. അപ്പോൾ 3⁻30 എനിക്ക് എങ്ങനെ എഴുതാം? 3⁻28 × 3 സ്ക്വയർ എന്ന് എഴുതാം. ഈ 28 എന്ന് പറയുന്നത് എന്താണ്? 3⁻28 × 3 സ്ക്വയർ. 28 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 3⁻4 × 7 ചെയ്താലാണ് 28 കിട്ടുക. സോ 4ൻ്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആണ്. അതായത് 3⁻4 81 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിലെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 3⁻28 എന്ന് പറയുമ്പോൾ 28 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 3/28 ചെയ്താൽ 1 ആയിരിക്കും. 3 സ്ക്വയർ ചെയ്താൽ നമുക്കറിയാം 9 ആയിരിക്കും. സോ 1 × 9 ചെയ്താൽ 9 ആയിരിക്കും. അപ്പോൾ 0ൻ്റെ മുന്നേ ഉള്ള യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രിസീഡിങ് ദ സീറോസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് ഉറപ്പിച്ച് പറയാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, 9. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. 3ൻ്റെ സൈക്ലിസിറ്റി കോൺസെപ്റ്റ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. സോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡിനനുസരിച്ച് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. Next, a can X contains 399 liters of petrol and a can Y contains 532 liters of diesel. They are to be bottled in bottles of equal size so that whole of petrol and diesel would be separately bottled. The bottle capacity in terms of liters is an integer. How many different bottle sizes are possible? X എന്ന് പറഞ്ഞ ക്യാൻ ഉണ്ട്, അതിൽ 399 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ ഉണ്ട്. Y എന്ന് പറഞ്ഞ ക്യാനിൽ 532 ലിറ്റേഴ്സ് ഓഫ് ഡീസലും ഉണ്ട്. ദേ ആർ ടു ബി ബോട്ടിൽഡ് ഇൻ ബോട്ടിൽസ് ഓഫ് ഈക്വൽ സൈസ്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വേറെ ബോട്ടിൽസിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഈക്വൽ സൈസ് ഉള്ള ബോട്ടിൽസ്.
So that whole of petrol and diesel would be separately bottled. പെട്രോളും ഡീസലും സെപ്പറേറ്റ്ലി ബോട്ടിലേക്ക് മാറ്റണം. The bottle capacity in terms of liters is an integer. ഡെസിമൽ വാല്യൂ ഒന്നുമല്ല, കറക്റ്റ് ഇൻറ്റിജർ ആണ്. How many different bottle sizes are possible? So ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിലും ചെറിയ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ അവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇതിൻ്റെ HCF അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 399ൻ്റെയും 532ൻ്റെയും HCF. 399ലും 532ലും 3 പോവോ? ഇല്ല, 3 പോവില്ല. 7 പോവോ? 7 രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 7. 7 5 ടൈംസ് എത്ര വരും? 49ൽ 7 അല്ലേ? 532ൽ എത്ര ടൈംസ് പോവും? 7 ടൈംസ് 42ൽ 6, 57ഉം 76. ഇതിലേതാ പോവുക? 57ഉം 76ലും. ഓക്കെ, സോ 57ലും 76ലും ഇനി ഏതാ പോവുക? 19 പോവില്ലേ? 19 3s are 57, 19 into 4 is 76. ഓക്കെ, ഇനി കോമൺ ആയിട്ടൊന്നും പോകില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 7 കിട്ടി, 19 കിട്ടി. അങ്ങനെയാണെങ്കിൽ 7 into 9 കൂടെ ചെയ്തോടെ. 7 into 9 which is equal to 133. പിന്നെ എന്തുണ്ട്? എല്ലാ നമ്പറിൻ്റെ HCF ആയിട്ട് ആരുണ്ട്? 1 കൂടെ ഉണ്ട്. ഓക്കെ, സോ 7 19 133. 7 into 19 ചെയ്യുമ്പോഴാണ് 133 കിട്ടുന്നത്. 133ൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യാം അല്ലേ? 19 ലിറ്റേഴ്സിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യാം, 7 ലിറ്റേഴ്സിൻ്റെ യൂസ് ചെയ്യാം, 1 ലിറ്ററിൻ്റെ യൂസ് ചെയ്യാം. സോ ടോട്ടൽ എത്രയായി? 1 2 3 4. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 4. ക്ലിയർ ആണോ? ഹൗ മെനി ഡിഫറെൻറ്റ് ബോട്ടിൽ സൈസസ് ആർ പോസിബിൾ എന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ ബി 4. ഈസി അല്ലേ? HCF കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റ്. HCF അഗെയിൻ ഒരു ബേസിക് കോൺസെപ്റ്റാണ് മാത്സിൻ്റെ. സോ അത് പഠിച്ച ഒരാൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. Next question, consider the following statement in respect of the sum s equal to x plus y plus z, where x, y and z are distinct prime numbers each less than 10. ഓക്കെ, എല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്, ലെസ് ദാൻ 10. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10? 2 3 5 7 അല്ലേ? ഇതാണ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എക്സ്, എസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്, 3 പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് അല്ലേ? ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 0. ഏതൊക്കെ പ്രൈം നമ്പേഴ്സാണ്? നമുക്ക് ട്രയൽ ആൻഡ് എറർ വഴി നോക്കാം. 2 + 3 + 5 ചെയ്താൽ ഓക്കെ 2 3 5 5 10 അല്ലെ? യൂണിറ്റ് ഡിജിറ്റ് 10 വരും, അപ്പോൾ അത് 0 ആണ്. ദിസ് ഈസ് പോസിബിൾ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. ഈ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 9. യൂണിറ്റ് ഡിജിറ്റ് 9 ആവാം. 9 വരുന്നുണ്ടോ? 9 വരുന്നുണ്ടോ? 9 വരില്ല അല്ലേ? നമുക്ക് ആഡ് ചെയ്ത ഈ 3 പ്രൈം നമ്പേഴ്സിൽ ഏതെങ്കിലും ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടുന്നില്ല. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എക്സ് ക്യാൻ ബി 5 കിട്ടും. യെസ്, 7 + 5 + 3 ചെയ്താൽ നമുക്ക് 15ൻ്റെ 5 കിട്ടില്ല യൂണിറ്റ് ഡിജിറ്റ്. സോ അതും പോസിബിൾ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 1 and 3. സിമ്പിൾ ആണല്ലോ. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.